വയസ്സായിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഇയാളെ കോച്ചാണ് കേട്ടോ. ഇനി നായകനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകൻ എന്ന് പറയുന്ന ഒരാളേ ഇതിലില്ല. അതാണ് ഈ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നായകനുണ്ടെങ്കിൽ ചില സിനിമകൾ നായികയെ കട്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ നായിക ഉള്ളപ്പോൾ ഒരു നായകനെ കട്ട് ചെയ്ത് കളയുന്ന സിനിമ ഉണ്ടോ? എങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണണം. കാരണം നായകൻ എന്ന് പറയുന്ന സാധനമേ ഇതിൻ്റെ അകത്തില്ല. ബട്ട് ദിസ് ഫിലിം ഈസ് ഓൾസം മാൻ. ഈ ഫിലിം കണ്ടില്ല എങ്കിൽ നമ്മൾ ഈ പുഷ്പ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ തക്ലീഫ് കാണുന്നത് പോലെയോ എത്ര മറ്റേ അവതാര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പുഷ്പ തന്നെ വേർത്തിരുന്ന കണ്ടത് അവതാര പടം. ഈ അവതാര പടത്തിനേക്കാൾ ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ് ഞാൻ ഈ പറയുന്ന ഈ സിനിമ, $1 മില്യൺ ബേബി. നിങ്ങൾ ഈ സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുക. ഞാൻ ഫസ്റ്റ് ചെറിയൊരു ഇതിന്റെ ഒരു കഥയുടെ ചെറിയൊരു ഭാഗം ഞാൻ പറയാം. നമ്മുടെ കോച്ച് എന്ന് പറയുമ്പോൾ ക്ലൈന്റ് ഈസ്റ്റ്ഫോർഡ് ഉള്ള കഥാപാത്രം അവതരിച്ചിരിക്കുന്ന പേരെന്ന് ഫ്രാങ്കി ഡൺ എന്നാണ്. ഫ്രാങ്കി ഡൺ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മൈക്ക് കോട്ടർ എന്ന് പറയുന്ന കഥാപാത്രം. ഈ രണ്ട് കഥാപാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. മൈക്ക് കോട്ടർ